ഉണ്ടോ തേങ്ങ ഉണ്ടോ നടക്കട്ടെ. കല്യാണത്തിന് മുമ്പല്ലേ അച്ഛാ? ആ അതെ അതെ, കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവളെ എന്നെ ഇങ്ങോട്ട് പിടിയാലായിരുന്നു. അത്ര സ്നേഹമായിരുന്നു. അതെ അതെ അതെ. അയ്യോ ഞങ്ങൾ അങ്ങനെയായിരുന്നു അവനെ, ഒരു വഴിക്കോട്ട് പിടിയാലായിരുന്നു. എപ്പോഴും കണ്ടോണ്ടിരിക്കണം അല്ലേ അച്ഛാ? അതെ അതെ. ഇനി അവൾക്ക് കണ്ടോണ്ടിരിക്കണം, എനിക്ക് കണ്ടോണ്ടിരിക്കണം. അമ്മച്ചി സ്നേഹത്തോടെ ചാച്ചനെ എന്നാ വിളിച്ചോണ്ടിരുന്നേ? എൻ്റെ മനുഷ്യനെന്ന് വിളിക്കും. എന്റെ മനുഷ്യനെ. അമ്മച്ചിയുടെ ചാച്ചനോ? ഞാനെന്നെ അവിടെ ഞാനങ്ങനെയൊന്നും വിളിക്കാം, ഞാൻ എൻ്റെ മറിയക്കുട്ടിയെന്ന് വിളിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു മക്കളെ ഞങ്ങളുടെയൊക്കെ കഥ. തേങ്ങ വെച്ചു, തീ കത്തിക്കുന്നു. ചാച്ച സംഭവം റെഡിയായോ? സംഭവം റെഡിയായി. അപ്പൊ നമ്മുടെ കേരളത്തിൽ ആരും ചെയ്തിട്ടില്ലാത്തൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? അപ്പൊ നമ്മൾ തകർക്കുവാണ്. അതെ അതെ അതെ. എന്നാണ്ട് വിശേഷമൊക്കെ? ഇന്ന് മഴയൊന്നും ഇല്ലായിരുന്നു അല്ലേ? ഇന്ന് മഴയൊന്നും. അപ്പൊ മഴയില്ലാത്ത ഇന്ന് പഴമയുടെ പാചകം വളരെ കാലമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ചാച്ചൻ ഒരു പുതിയ വിഭവമായി നമ്മുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ചാച്ച, ഇന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങ അവൽ നിറച്ച് ചുടുന്നു. തേങ്ങ അവൽ നിറച്ച് ചുടുന്നു. ഇതിന്റെ ഇത് പഴമയിലെ ഒരു വിഭവം തന്നെയാണോ? നമ്മളൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അതായത് തേങ്ങ എൻ്റെ കണ്ണ് തുറന്ന് വെള്ളം കളയും. അവല്, ഏലക്കായ, ജീരകം, ചുക്കെല്ലാം കൂടി പൊടിച്ച് അവലിനകത്ത് വെള്ളം കൂട്ടി തിരുമ്പി അവല് കുഴച്ച് തേങ്ങയ്ക്കകത്ത് നിറച്ച് തേങ്ങ അടച്ച് മണ്ണിൽ പൊതിഞ്ഞ് അടുപ്പിൽ കുഴിച്ചിടും. അതിനുവേണ്ടിയുള്ള സെറ്റപ്പാണ് ഈ കാണുന്നത്. നമ്മൾ കുഴി കുഴിക്കണം, പിന്നെ തേങ്ങ അതിന് മുകളിൽ തീ കത്തിക്കുന്നു. ആ തീ കത്തി 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 അതവിടെ കിടന്ന് തേങ്ങ വേകും. ചാച്ച, ഈ പണ്ടത്തെ ആഘോഷങ്ങളോടനുബന്ധിച്ച് വല്ലതാണ് ഇത് ഉണ്ടാക്കി? അല്ലല്ല, ഇത് കപ്പവാട്ട ആഘോഷം. കപ്പവാട്ട ആഘോഷം. അതെങ്ങനെയാ കഥകളൊക്കെ? ഇത് കപ്പവാട്ട് എന്ന് പറഞ്ഞാൽ കുറെ ആൾ കാണും. അപ്പൊ തലേ ദിവസം കപ്പ പറിച്ച് കൂട്ടും. പിറ്റേ ദിവസം ആൾക്കാരെല്ലാം കൂടി കൂടി ഇരുന്ന് അരിഞ്ഞ് പൊളിച്ച് ഇവനെ വാട്ടി കോരുന്നതാണ് ഈ കപ്പവാട്ട ആഘോഷം. അതൊരു കല്യാണം പോലെ തന്നെയാണ്. അപ്പൊ അയൽവക്കാരൊക്കെ കാണും, ആൾക്കാർ കാണും. അതെ അല്ലേ? വൈകുന്നേരത്തെ ഭക്ഷണമൊക്കെ കപ്പവാട്ട് നടത്തുന്നത്? അതെ 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 അതെ. അപ്പൊ നേരം വെളുക്കുള്ള പണിയാണത്. എത്ര മണിക്ക് തുടങ്ങും? അപ്പം വൈകിട്ട് 4 മണിക്ക് ചെമ്പ് തീ വെക്കും. ഓ, ഈ ചെമ്പ്. ഇത് നമ്മളിപ്പോ കപ്പ വാട്ടാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ചെമ്പോടെ വെച്ചേ ഉള്ളൂ. അപ്പൊ 4 മണിക്ക് ചെമ്പ് വെച്ചാൽ നേരം വെളുത്ത് 4 മണിയൊക്കെ അവള് വാട്ടാനുള്ള കപ്പ കാണും. അത് വാട്ടിക്ക് വരും. വീണ്ടും പിറ്റേ ദിവസം 4 മണിക്ക് വീണ്ടും വെക്കും. അങ്ങനെ ഒരാഴ്ച 15 ദിവസം കപ്പ വാട്ടിയ കാലങ്ങളുണ്ട്. അപ്പൊ എത്ര കിലോ കപ്പ കാണും ചേച്ചാ ടോട്ടൽ? അത് ഒരു വാട്ടിന് 40 കിലോ 45 കിലോ ആണ്. അതെ അല്ലേ? എന്നിട്ട് ഇതെടുത്ത് സൂക്ഷിച്ച് ഉണക്കി നമ്മൾ വിൽക്കും. നമുക്ക് അത്രയൊന്നും വേണ്ടല്ലോ മോനെ, അത് വിൽക്കും. അന്നേരം ആളുണ്ടാവും. വാട്ടി ഉണങ്ങി കഴിയുമ്പോഴേക്കും ആൾ വരും. അപ്പൊ അത് അന്നേരം കൊടുക്കും. കിണ്ടൽ കണക്കിന് മേടിക്കുന്നവരുണ്ടാവും മിക്കവാറും. അതെ അല്ലേ? അങ്ങനെ കിണ്ടൽ കണക്കിന് വിൽക്കും. അപ്പം നമുക്ക് ഈ മറ്റേ ഇത് പ്രധാനമായിട്ട് ചെലവാകുന്നത് എവിടെയാ? നമ്മൾ സ്പോട്ടിൽ ഒന്ന് കൊണ്ടുപോകും. നമ്മളെങ്ങും കൊണ്ടുപോകണ്ട, കടകളിലൊന്നും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. നമ്മുടെ സ്ഥലത്ത് തന്നെ വന്നു കൊണ്ട് നമുക്കൊക്കെ ഉണ്ടായൊക്കെ അപ്പോൾ മൊത്തം അങ്ങനെ ചെയ്യുക. അതെ അല്ലേ? ശരിക്കും ഈ തേങ്ങ ഇങ്ങനെ ചുട്ടെടുക്കുമ്പോൾ വല്ലാത്ത ടേസ്റ്റ് അല്ലേ ആച്ചാ? ഭയങ്കര. അതെ അതെ അതെ. അതെങ്ങനെയാണ് രുചിയൊക്കെ? അപ്പൊ എനിക്കിപ്പോൾ പറയത്തില്ല, കാരണം ഈ പല്ല് പോയിട്ടുണ്ട്. ഇനി രുചി എങ്ങനെയാണെന്ന് ഇപ്പോൾ ഒരു കാര്യം ചെയ്യുക, അത് ചുട്ട് പൊട്ടിച്ച് ഒരു കഷ്ണം തിന്ന് നോക്കുക. അപ്പൊ അതിന്റെ ഗുണം മനസ്സിലാവും. ഓഹോ, നല്ല വലിപ്പമുള്ള തേങ്ങ അല്ലേ? തേങ്ങ വലിപ്പം. അപ്പോൾ കാണാം നമുക്ക് ചാച്ചന്റെ തേങ്ങയിൽ അവിൽ നിറച്ച് ചുട്ടെടുക്കുന്ന കാഴ്ചകൾ. അപ്പോൾ ചാച്ച, നമ്മള് പരിപാടി തുടങ്ങല്ലേ? പരിപാടി തുടങ്ങും. ഇനി പിന്നെ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് ആദ്യം അടുപ്പിൽ തീ കത്തിക്കുന്നു. നമ്മളിന്ന് വിറക് വെച്ചാണ് പാചകം അല്ലേ? ഇന്ന് വിറക് വെച്ചോ. ഒട്ടുപാലിരിക്കുന്ന ചാച്ച? ഒട്ടുപാല് മണ്ണെണ്ണ ഒഴിച്ചാൽ പണ്ട് തീ കത്തിച്ചോണ്ടിരുന്നത്. ഇപ്പൊ മണ്ണെണ്ണ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, വില കൂടുതലുമാണ്. റബ്ബറിന് വില കുറവുമാണ്. റബ്ബറിന് വില ഒട്ടില്ലതാണ്. ഇല്ലാതാനും. അതുകൊണ്ടാണ് ഇപ്പൊ ഒട്ടുപാല് കത്തിക്കുന്നത്. ഒട്ടുപാല് കത്തിച്ചാൽ അതെ അതെ അതെ. നമുക്ക് തുടങ്ങാം അല്ലേ ചാച്ച? നമുക്ക് തുടങ്ങാം. വേനൽക്കാലമായ മെയിൻ പ്രശ്നം തീ കടത്തലായിരുന്നു. വേനൽക്കാലം തീ പിടിക്കും, കാട്ടു തീ പിടിക്കും. ഇവിടെയൊക്കെ ആണോ? ഇവിടെയൊക്കെ എത്രയോ സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടെന്ന് അറിയോ, കത്തി നശിച്ച്. ആണോ? അതെ, ഇവിടെ മുഴുവൻ പുല്ലായിരുന്നേ. ഇത് വൈക്കിയിടും. ഇപ്പൊ കാട്ടുതീ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വല്ല വീട് വലിക്കുവോ എന്തെങ്കിലും കാണിച്ച് എവിടെയെങ്കിലും ഇട്ടിട്ട് പോവാം. നമുക്ക് നാടൻ ചാലയുള്ള കാലമാണ്. ഇത് കുടിക്കാൻ വരുന്നവരാണ് ഇത് ചെയ്യുന്നത്. അവനൊക്കെ പോയി കഴിയുമ്പോൾ തീ കത്തി വിടുന്നത്. തീ കത്തി വരുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. വേറെ പിന്നെ കാറി കൂവി എല്ലാവരും കൂടി തീ തല്ലിക്കടത്തി. അതെ, അപ്പോഴേക്കും കുറെ എല്ലാം കത്തും. അയ്യോ, അപ്പൊ നമ്മൾ തുടങ്ങാൻ വേണ്ടി തുടങ്ങാൻ പോവാണ്. ഒക്കെ കണ്ടിലോട്ടടിച്ചിട്ട് അല്ലേ? എനിക്ക് കുഴപ്പമില്ലതാണോ? എനിക്ക് കുഴപ്പമില്ല. ചാച്ചാ, അപ്പൊ നമ്മള് ഇതിന്റെ മെയിൻ ഐറ്റം എന്തൊക്കെയാ? അവലിനകത്ത് കൂട്ടുന്ന ഐറ്റം ഏലക്കായ, ജീരകം, ചുക്ക്, വെല്ലം,
വെല്ലം, ഇത്രയും സാധനം കൂട്ടി അവൽ നനയ്ക്കുന്നത്. തേങ്ങ ഈ നമ്മൾ ഈ ഏലക്കായും ജീരകവും ചുക്കും എല്ലാം കൂടെ പൊടിച്ചെടുക്കും അല്ലേ? ആ, പൊടിച്ചെടുക്കും. തേങ്ങ ഇങ്ങനെ മിക്സ് ചെയ്യും. ഇങ്ങനെ തേങ്ങ മിക്സ് ചെയ്യും. തേങ്ങ അവില്ലാത്ത ആദ്യം മിക്സ് ചെയ്യും അല്ലേ? ഇത് എത്ര അര കിലോ അവലുണ്ടോ ചേച്ചാ? 1/2 കിലോ അവലുണ്ട്. 1/2 കിലോ അവൽ അല്ലേ? പാകത്തിന് തേങ്ങ ചേർക്കുക. ഇനി നമ്മുടെ ജീരകം ചേർക്കുന്നു. ജീരകവും ഏലക്കായും ചുക്കും എല്ലാം കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നത് അല്ലേ? അത് ചേർക്കുന്നു. അത് മതിയായിരിക്കുന്നു. വെള്ളം ചേർക്കുന്നു. വെള്ളം ചെറുതായി കൊത്തിയരിഞ്ഞ് വെച്ചാ അല്ലേ? വെള്ളം ചേർക്കുന്നു. ഇനി ഇവനൊന്ന് തിരുമുന്നു. ഇതെല്ലാം കൂടി കൂട്ടി ഇവനെ സെറ്റപ്പ് ആക്കുന്നു. സെറ്റപ്പ് ആക്കിയിട്ട് ഇവന് തേങ്ങ അതോട് നിറയ്ക്കുന്നു. തേങ്ങ അടുപ്പിലോട്ട് കുഴി കുത്തി തേങ്ങ കുഴിച്ച് താത്തി വെച്ചിട്ട് അതിന്റെ മുകളിൽ തീ കത്തിക്കുന്നു. തേങ്ങ പുറ്റുകൊണ്ട് തേക്കും. 4 മണിക്കൂർ തേങ്ങ അവിടെ കിടന്ന് വേകും. 4 മണിക്കൂർ വേകും. അത് കഴിഞ്ഞിട്ട് തേങ്ങ എടുത്ത് അങ്ങോട്ട് പൊട്ടിക്കുമ്പോൾ തേങ്ങ അവലും എല്ലാം കൂടി ഒന്നായിരിക്കും. അടിപൊളി. എന്നിട്ട് അവനെ അങ്ങോട്ട് തിന്നാല് അവൻ അന്നേരം അറിയാം രുചി എന്താന്ന്. അതിപ്പോൾ പറയാൻ പറ്റും. അത് തിന്ന് നോക്കണം. അതിൻ്റെ അന്നേരമാണ് അതിൻ്റെ സുഖം മനസ്സിലാവുന്നത്. തിന്ന് കണ്ടോ പിന്നെ തിന്നും ചെയ്യും. അതെ. പണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഈ കപ്പപ്പാട്ടിന്റെ പണിയൊക്കെ എടുക്കുമ്പോണ്ടല്ലോ രാത്രി ഉറക്കമില്ലാത്ത പണിയാണ്. അപ്പൊ ഇങ്ങനെ തേങ്ങയൊക്കെ പറിച്ചു കൊണ്ടു ഞങ്ങൾ എവിടെ നിന്ന് തേങ്ങ കുറച്ചൊക്കെ ആയിരിക്കും പണി. ഇനി അയലോക്കത്തെ പറമ്പിലാണെങ്കിലും പറിക്കും. എന്നിട്ട് നിറച്ച് അടുപ്പിലിടും. അതിന് കപ്പപ്പാട്ടൊക്കെ കഴിയുമ്പോൾ അവനെ എടുത്ത് പൊട്ടിച്ച് തിന്നും. അവനും കൊടുക്കും. അതൊന്നും കുഴപ്പമില്ല. അന്നത്തെ കാലം അങ്ങനെയായിരുന്നു മക്കളെ. ആരും ഒന്നും പറയൊന്നുമില്ലായിരുന്നു. ഇന്നല്ലേ അങ്ങോട്ട് കയറുമ്പോൾ അയ്യോ എൻ്റെ എന്ന് പറയുന്നത്. അന്ന് ഞങ്ങൾക്ക് അങ്ങനെ ഇല്ലാഞ്ഞോ. ഞങ്ങളുടെ കാലത്ത് എൻ്റെ നിൻ്റെ ഒന്നുമില്ല. ഒരു കപ്പ പറിക്കുവോ ഒരു തേങ്ങ പറിക്കുവോ അതൊന്നും ഒരു വിഷയമുള്ള കാലമല്ല. ആരും ഒന്നും പറയുകയില്ല. അടുത്ത പരിപാടി നമ്മൾ അവല് കുഴച്ചിട്ടുണ്ട്. ഇത് തേങ്ങയിലേക്ക് നിറയ്ക്കുന്നു. തേങ്ങയിലേക്ക് നിറയ്ക്കാൻ പോകുന്നു. അതെ. ഇത് നമ്മൾ ശരിക്കും പൊട്ടിച്ചല്ലേ? ശരിക്കും തേങ്ങ ഇങ്ങനെയുണ്ട് തേങ്ങ നിറയ്ക്കല്. ഇങ്ങനെയുണ്ടല്ലേ? ഇത് വെള്ളം കളഞ്ഞ തേങ്ങ പൊട്ടിച്ചതല്ലേ? തേങ്ങയുടെ വയറ് നിറച്ചും അവലാവണം. കുത്തി അങ്ങ് നിറയ്ക്കണം അല്ലേ ചാ? അത് കൊള്ളാവുന്നല്ലോ കൊള്ളിക്കാം. അവിടെ അങ്ങനെയാ. ഇച്ചിരി കൂടുതലായപ്പോൾ കുഴപ്പമൊന്നുമില്ല. കുറയാണ്ടിരുന്നാ മതി. കുറഞ്ഞു പോയാൽ ദിവസമായി പോകും. ഇതാണ് നമ്മുടെ തേങ്ങ പൊട്ടിച്ചതിൻ്റെ പീസ്. ഒട്ടിക്കുന്നു. ഇത് വെച്ച് നമ്മളിങ്ങനെ ഒട്ടിച്ചിട്ട് ഇത് എന്നാ വെച്ചാൽ ഒട്ടിക്കുന്നത്? ഇതിങ്ങനെ ചേർന്നിരിക്കുമോ? ചേർന്നിരിക്കും. പിന്നെ പപ്പടത്തിന്റെ എന്തോ ഒരു കാര്യം നമ്മൾ ഒട്ടിക്കാതെ ചേർന്നിരിക്കും. പിന്നെ നിങ്ങൾ ഒട്ടിച്ചാൽ ചേർന്നിരിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒട്ടിക്കുന്നത് ചേർന്നിരിക്കും. അതൊക്കെ വരെ കണ്ടുപിടുത്തമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ വേറെ ഒന്നും ഓർക്കണ്ട. ഇത് മറ്റേ പുറ്റുമണ്ണിലിടുമ്പോൾ ഇത് തുറന്നു പോകില്ല. അതിന് പകരം നമ്മൾ പപ്പടം അങ്ങാണ്ട് തേക്കുന്ന ഒരു പരിപാടി. പപ്പടം തേക്കുന്ന പരിപാടി ഉണ്ട്. പപ്പടം എങ്ങനെയാ അത്? പപ്പടം നനയ്ക്കുക, ഒട്ടിച്ചൊക്കെ തേക്കുക അല്ലേ? അതെ. ഈ നനല് മതിയോ? മതി. ഇതൊക്കെ ഇഷ്ടം പോലെ ഇത് ഇമ്പിടി ആയിട്ടുണ്ട്. എന്നെ ഒട്ടാത്ത ഇപ്പം ഈ പപ്പടം പഴത്തെ പപ്പടം അല്ലല്ലോ. അയ്യോ പപ്പടത്തിനകത്ത് മായം ചേർന്നിട്ടുണ്ടോ? പണ്ട് പപ്പടം ഒക്കെ വെച്ചാൽ മതി. അന്നേരം ഒട്ടുമായിരുന്നു. ഇപ്പം ഇതാ ഒട്ടുന്നുണ്ട് ചാച്ചാ. മെല്ലെ മെല്ലെ ആണേ ഉള്ളൂ. താമസം പിടിക്കല്ലേ. പണ്ടങ്ങനെ താമസമൊന്നുമില്ല. വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒട്ടും അല്ലേ? ഇപ്പോഴേ താമസം വന്നത്. നമ്മൾ പപ്പടമൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്നാ അടുത്ത പരിപാടി? മണ്ണ് തേക്കുക. മണ്ണ് പുറ്റുമണ്ണ് അരച്ച് വെച്ചിട്ടുണ്ട്. അത് തേക്കുക. ഇത് മൊത്തം തേച്ച് പിടിപ്പിക്കണം. നമ്മൾ തുടങ്ങിയാലോ? അത് തുടങ്ങിയാലോ. ഈ ചെളിവാരി എറിയിക്കാന്ന് വെച്ചാൽ ഇതാണോ ചാച്ചാ? ഒരു കണക്കിന് പറയുമ്പോൾ ഇത് തന്നെയാണ്. ഈ ചാച്ചൻ പറഞ്ഞിട്ടില്ലേ പുനംകൃഷിയൊക്കെ നടത്തിയ സമയത്തൊക്കെ ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്? ഉണ്ട്. നോക്കിയാ അത് നെല്ല് കൊയ്ത് വെച്ച് കറ്റ അടക്കി കളത്തിൽ വെക്കും.
എന്നിട്ട് രാത്രി കാവൽ കിടക്കും, രണ്ടുപേരുണ്ടാവും. എന്നിട്ട് ഈ നെല്ലൊക്കെ ഇങ്ങനെ ഇടിച്ച് വറുത്ത് ഞങ്ങൾ അവലൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ കുടിച്ച് കാറി കൂവിയൊക്കെ അവിടെ ഇരിക്കുന്ന പാട്ടൊക്കെ പാടി. കല്യാണത്തിന് മുമ്പല്ലേ അച്ഛാ? ആ അതെ അതെ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവളെ എന്നെ എങ്ങോട്ട് പിടിയാലായിരുന്നു. അത്ര സ്നേഹമായിരുന്നു. അതെ അതെ അതെ. അയ്യോ ഞങ്ങൾ അങ്ങനെ ആയിരുന്നു. അവനെ ഒരു വഴിക്കോട്ട് പിടിയാലാഞ്ഞു. എപ്പോഴും കണ്ടോണ്ടിരിക്കണം അല്ലേ അച്ഛാ? അതെ അതെ അതെ. ഇനി അവൾക്ക് കണ്ടോണ്ടിരിക്കണം, എനിക്ക് കണ്ടോണ്ടിരിക്കണം. അമ്മച്ചി സ്നേഹത്തോടെ ചാച്ചനെ എന്നാ വിളിച്ചോണ്ടിരുന്നേ? എൻ്റെ മനുഷ്യനെ എന്ന് വിളിക്കും. എൻ്റെ മനുഷ്യനെ. അമ്മച്ചിയുടെ ചാച്ചനോ? ഞാനെന്നാ പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും വിളിക്കാം. ഞാൻ എൻ്റെ മറിയക്കുട്ടി എന്ന് വിളിക്കും. എൻ്റെ മറിയക്കുട്ടി. അങ്ങനെയൊക്കെ ആയിരുന്നു മക്കളെ ഞങ്ങളുടെയൊക്കെ കഥ. റെഡി, തേങ്ങ റെഡിയായി. ഇനിയിപ്പോൾ മറ്റുള്ള തേങ്ങ കൊണ്ട് റെഡി ആയി കഴിഞ്ഞാൽ നമുക്കിത് അടുപ്പിലോട്ട് വെക്കാം അല്ലേ? ആ ചാച്ച, ഈ മറ്റേ നമ്മൾ ഈ പുനംകൃഷിയുടെ കാര്യം ചാച്ചൻ പറഞ്ഞു. ഈ തെരുവ് പുല്ല് വാറ്റുന്ന സമയത്തൊക്കെ അടുത്ത് പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ കുത്തിക്കൊണ്ട് അടുപ്പിലിട്ട് ചുട്ട് തിന്നും. കാച്ചിട്ട് പറിച്ചുകൊണ്ട് വരും, കപ്പ പറിക്കും. അതൊക്കെ ഓരോ സമയത്ത് ഓരോന്നുണ്ടാവുന്നത്. അപ്പോൾ അതെല്ലാം എടുത്തുകൊണ്ട് ഞങ്ങൾ അടുപ്പിലിട്ട് ചെമ്പടുപ്പിലിട്ട് ചുട്ട് തിന്നും, ചായ വെച്ച് കുടിക്കും. അവിടെയും രണ്ടുപേരും കൂടുതൽ കാര്യം രാത്രി ആയാൽ. ഒറ്റയ്ക്ക് രണ്ടുപേരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒറ്റയ്ക്കായിരിക്കുമല്ലോ ഒരിക്കലും. ഒറ്റയ്ക്ക് അങ്ങനെ വാറ്റിൻ്റെ പണിക്കൊക്കെ രണ്ടാളുണ്ടാവും. ഏതായാലും അത് വേണം താനും. ഇത് പുൽത്തൈലമാണ് ചേച്ചി ഉണ്ടാക്കുന്നത്? പുൽത്തൈലം ഉണ്ടാക്കിയിട്ട് നമ്മൾ എവിടെ കൊണ്ട് വിൽക്കുന്നത്? അതൊക്കെ മാർക്കറ്റ് ഉണ്ട്, അതിന് കടകളിലൊക്കെ എടുക്കും. ആ കാലത്ത് നല്ല വിലയുണ്ടോ അതിന്? അത് വില ഉള്ളപ്പോഴും വില ഇല്ലാത്ത അതിന് കൂടെ എല്ലാ സാധനത്തിനും വില പോലെ എൻ്റെ. അതെ അല്ലേ? ചില സമയത്ത് നല്ല വില ഉണ്ടാവും. ഒരു കുപ്പിക്ക് എത്ര രൂപയായിരുന്നു? 600 രൂപ 700 രൂപ. ഒരു കുപ്പിക്ക് അത്രയുണ്ട്? അതിലൊക്കെ കൂടുതൽ വന്ന കാലമുണ്ട്, 1000 രൂപ വന്ന കാലമുണ്ട്. അതെ അല്ലേ? അതുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാർക്ക് ഈ തെരുവ് പുല്ല് വാറ്റുന്നത് അല്ലേ? ഒരു കുപ്പി തൈലം കിട്ടണമെങ്കിൽ 3 പാറ്റ് വാറ്റണം. ചാച്ച, ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന തേങ്ങ നിറച്ച് ശരിയാക്കി ഇനി തീക്കകത്ത് വെക്കാൻ പോവാം. തീക്കകത്തോട്ട് തീയിൽ കൊടുത്തത് വലുത് പാടുവല്ല? ഇല്ല പാടിയല്ല. അപ്പൊ നമുക്ക് ഇടാം. ഇടാം. കൊള്ളാതെ ഇടണം അല്ലേ ചാച്ച? അത് അതുകൊണ്ട് ഇഷ്ടം പോലെ ചെയ്യാം. കൈ പൊള്ളിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇത് ഇത്ര ഹെവിയാണ്, ഇത്ര കട്ടിയാണ്. അപ്പം അവന് പറ്റാത്തതാണ്. നമ്മൾ തീ കത്തിക്കാൻ പോവാം. തേങ്ങ വെച്ചു, തീ കത്തിക്കുന്നു. ഒരു 4 മണിക്കൂർ തീ കത്തിക്കുന്നു. 4 മണിക്കൂർ കഴിയുമ്പോഴേക്കും തേങ്ങ വെന്ത് പരുവത്തിലാവും. അന്നേരം അവനെ ഇങ്ങോട്ട് എടുത്ത് മണ്ണങ്ങ് പൊളിക്കുന്നു, തല്ലി പൊട്ടിക്കുന്നു, അങ്ങ് കഴിക്കുന്നു. അന്നേരം അറിയാം അതിൻ്റെ സുഖം എന്നാന്ന്. അയ്യടാ, അവനെയൊക്കെ തിന്ന് കണ്ടാലുണ്ടല്ലോ പിള്ളേരെ, നിങ്ങളൊക്കെ നിലത്ത് ഉള്ളും. നമ്മളൊക്കെ ഇത് കൂടി കുറേ തിന്നതാ. അതിൻ്റെ ഗുണമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ചാച്ചാ, സംഭവം റെഡിയായോ? സംഭവം റെഡിയായി. ഇത് എടുക്കുക കേട്ടോ. നല്ല പുറ്റുകൊണ്ട് നല്ല ചുവന്ന കളറായല്ലേ? കട്ടിയായി. ഞാൻ പിടിക്കണ ചാച്ചാ? ഇനി മോൻ പിടിച്ചതാ. തേങ്ങ ചുട്ട് നല്ല പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇത് പൊട്ടിക്കാൻ പോവാണ്. ഇങ്ങനെയാണ് ഇത് പൊട്ടിക്കുന്നത്. ഇനി ഇത് മുറിച്ച് കഴിച്ചാൽ സൂപ്പറായിരിക്കും. അപ്പൊ നമ്മുടെ സാഞ്ചേട്ടനെ വിളിക്കുന്നത് പൊട്ടിക്കാനല്ലേ? ചാച്ചന്റെ കൈ കൊള്ളും. എൻ്റെ കൈ കൊള്ളും. സാഞ്ചേട്ടാ, റെഡി. അപ്പൊ നമ്മുടെ കേരളത്തിൽ ആരും ചെയ്തിട്ടില്ലാത്തൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? അപ്പൊ നമ്മൾ തകർക്കുവാണ്. അതെ. നന്നായിട്ടങ്ങ് വെന്തല്ലേ? ചൂടാണ്, നല്ല ചൂടാ. അപ്പൊ ഇത് അടിപൊളി. ചെറിയ ചൂടോടെ ആകുമ്പോൾ സൂപ്പറല്ലേ? ഗംഭീരം. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ തേങ്ങയെ ചുട്ടെടുത്ത അവലിന്റെ വിശേഷങ്ങൾ നമുക്ക് അവിടെ മൂപ്പരോട് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ടെന്ന്. പഴമയുടെ രുചിയല്ലേ? ചോദിക്കാം. അപ്പൊ സാഞ്ചേട്ടൻ തന്നെ അത് കൊടുത്തോ, എങ്ങനെയുണ്ട് നോക്കാലോ. നല്ല ചൂടാണ്. നല്ല ചൂടാ അല്ലേ? നല്ല ചൂടാ.
ചാച്ചാ ചോദിച്ചോ, പറഞ്ഞോ പോലെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. നല്ല തേങ്ങ കേട്ടോ, ചുട്ട തേങ്ങ, നല്ല അടിപൊളി തേങ്ങയാണ്. ഇതെല്ലാവരും ചുട്ടൊന്ന് കഴിച്ചു നോക്കുക. ഒന്ന് കഴിച്ചു നോക്കിയാ. അടിപൊളി, ഗംഭീരം. പഴമയുടെ രുചി എവിടെയോ ഉണ്ടല്ലോ. ഉണ്ട്, അത് ഓർമ്മ വരുന്നു. എന്നാ ഓർമ്മ വരുന്നേ? പണ്ട് നമ്മളിങ്ങനെ തേങ്ങ ചുട്ട് തിന്നിട്ടുള്ളതാ, അത് ഓർമ്മ വരുന്നു. അവല് നിറച്ച് തേങ്ങ ചുട്ടെടുത്തതാണ്. അവല് നിറച്ച് തേങ്ങ ചുട്ടെടുത്താൽ ഇങ്ങനെ ഇരിക്കും. ഇത് തിന്ന് നോക്കുക, എല്ലാവരും ചുട്ട് തിന്ന് നോക്കേണ്ടതാണ്. തയ്യാ കണ്ടീഷനിരിക്കും. ഇതിങ്ങനെ നടുവ് അങ്ങ് പൊളയ്ക്കുന്നു, പീസാക്കി കഴിക്കുന്നു. ഈ ചുട്ട തേങ്ങ നമ്മൾ പീസാക്കിയതാണ്. അവല് നിറച്ച് തേങ്ങ ചുട്ടെടുത്ത് പീസാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് ഒരേ പീസ് തിന്ന് നോക്കുക. ഇതെല്ലാവരും ഉണ്ടാക്കി തിന്ന് നോക്കേണ്ടതാണ്. അപ്പോൾ ചാച്ചാ ഇന്നത്തേത് അടിപൊളി തേങ്ങ ചുട്ട ഭക്ഷണം, അടിപൊളി. അപ്പം ചാച്ചന്റെ ഈ തേങ്ങയിൽ അവർ ചുട്ടത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ മറ്റൊരു വീഡിയോയുമായി കാണുമ്പോൾ ചാച്ച എല്ലാവർക്കും നമസ്കാരം. അതാണ്. ನಾನಕಯಿಲ್ಲೆ ಚೆಡುವ ಕಾಯ್ಮೆ ನುಮ್ಯಾಯೋ ಟೇರವಾಂಡೆ ನೀಡೆಕು ലാടിപ്പ മേനാ മൽനാ ഡേപ്പ നുന്നോറ് മടാക്കുതുച്ചേ. അപ്പം അന്ന് ഉദി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ദിബുന്തമ്മ അങ്ങനെ തിരിച്ചു പറഞ്ഞു. പൊട്ടത്തി എന്ന് പറഞ്ഞു, തിട്ടപ്പോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് തലയിരിച്ച് പറയാൻ പറ്റുന്നുണ്ടെന്ന് അറിഞ്ഞത്. ആന്ധ്രാപ്രദേശ് ഷിദേപ്രാന്ധ്ര ആ, അരുണാചൽ പ്രദേശ് ഷിദേപ്ര ഇൽച്ചാനാരു ആ. Remsasum sirohi tilkashatre deyram kasmana kumrelaye nomagasu. തലതിരിഞ്ഞ ഭാഷയിൽ നമസ്കാരം പറഞ്ഞ് നിങ്ങളുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ച ഈ പെൺകുട്ടിയെ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് BCB ദീപ പ്രദീപൻ. 4 ഭാഷയിൽ അനായാസനെ തലതിരിഞ്ഞ് പാടാനും പറയാനും എഴുതാനും കഴിയുന്ന കണ്ണൂരിൻ്റെ സ്വന്തം തലതിരിഞ്ഞ പെൺകുട്ടി.